ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 5ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് സയൻസിലെ അവസാനത്തെ പാഠഭാഗമായിട്ടുള്ള ഡൈവേഴ്സ് ഓർഗാനിസംസ്, ജന്തുജാലങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സും അതുപോലെ തന്നെ ലെറ്റ്സ് അസസ്, വിലയിരുത്തൽ പ്രവർത്തനവുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. നമ്മൾ ഓൾറെഡി ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ വോം ഗെറ്റ് ഇൻസൈഡ് ദ മാംഗോ? മാമ്പഴത്തിനുള്ളിൽ പുഴു എങ്ങനെയാണ് വന്നത്? ഡ്യൂറിംഗ് ദ ഏർലി സ്റ്റേജസ് ഓഫ് മാംഗോ ഗ്രോത്ത്, ഫ്രൂട്ട്സ് ആൻഡ് ഫ്ലൈസ് പിയേഴ്സ് ഓഫ് ഔട്ടർ സ്കിൻ ഓഫ് ദ മാംഗോ വിത്ത് എ നീഡിൽ ലൈക്ക് ഓർഗൻ ആൻഡ് എ ഡെപ്പോസിറ്റ് ദെയർ egg inside the mango. As the mango ripens, these eggs hatch and their larvae feed on the fleshy part. These are the work seen when cutting a mango. മാമ്പഴത്തിൻ്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിലെ പഴ ഈച്ചകൾ മാങ്ങയുടെ പുറന്തോലിൽ സൂചി പോലുള്ള അവയവം കൊണ്ട് കുത്തി മുട്ടകൾ മാങ്ങക്കുള്ളിൽ നിക്ഷേപിക്കുന്നു. മാങ്ങ പാകമാകുന്നതോടെ മുട്ടകൾ വിരിഞ്ഞു അവയുടെ ലാർവകൾ മാംസമായ ഭാഗം ഭക്ഷിച്ചു വളരുന്നു. ഇതാണ് മാമ്പഴം മുറിക്കുമ്പോൾ കാണുന്ന പുഴുക്കൾ. രണ്ടാമത്തേത്, വാട്ട് ഈസ് മെറ്റോമോർഫോസിസ്? രൂപാന്തരണം എന്നാൽ എന്ത്? ഇൻ സം ക്രിയേച്ചേഴ്സ് ദ ലാർവ ഡു നോട്ട് റിസംബിൾ ടു ദ പാരന്റ്. ദ ലാർവ ഫോംഡ് ഫ്രം ദ egg goes through different stages of growth and becomes a creature resembling the parent. This change is called metamorphosis. ചില ജീവികളിൽ അവയുടെ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് മാതൃജീവിയോട് സാദൃശ്യമുണ്ടാകില്ല. മുട്ട വിരിഞ്ഞുണ്ടാകുന്ന ലാർവ വിവിധ വളർച്ചാ ഘട്ടങ്ങളിലൂടെ കടന്നു മാതൃജീവിയോട് സാദൃശ്യമുള്ളതായി മാറുന്നു. ഈ മാറ്റത്തെയാണ് നമ്മൾ രൂപാന്തരണം എന്ന് പറയുന്നത്. മൂന്നാമത്തേത്, ഡസ് ദ ഓഫ് സ്പ്രിംഗ് ഓഫ് എ കോക്രോച്ച് ഇറ്റ് സെൽഫ്? വാട്ട് ആർ ഡിഫറൻസസ്? പാറ്റ കുഞ്ഞുങ്ങൾ പാറ്റയെ പോലെ തന്നെയാണോ? എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? യെസ്, the offspring of a cockroach are called a nymphs. Nymph goes through different stages of growth and becomes a fully grown cockroach. During these stages, the nymph sheds its outer shell many times. അല്ല, നിംഫ് എന്നാണ് പാറ്റ കുഞ്ഞുങ്ങളെ വിളിക്കുന്നത്. നിംഫ് വിവിധ വളർച്ചാഘട്ടങ്ങളിലൂടെ കടന്നുപോയി പൂർണ്ണ വളർച്ചയെത്തിയ ജീവിയായി മാറുന്നു. ഇതിനിടെ പലതവണ അതിൻ്റെ പുറംചട്ട പൊളിഞ്ഞു പോവുകയും ചെയ്യുന്നു. നാലാമത്തേത്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഫോക്കസിംഗ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻസെക്ട്സ് ഫോർ ദ ബാലൻസിംഗ് ഓഫ് ദ എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥയുടെ സന്തുലനത്തിന് പുഴുക്കളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന ലഘുകുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. Insects play a major role in keeping the balance of the ecosystem. They keep the surroundings clean by eating dead creatures and food waste. There are many creatures that feed on insects. They cannot exist without insects. The insects that grow from worms pollinate many flowers. ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ പുഴുക്കൾ വലിയ പങ്ക് വഹിക്കുന്നു. ചത്ത ജീവികളെയും ഭക്ഷണാവശിഷ്ടങ്ങളും ഭക്ഷിച്ചു അവ പരിസരം വൃത്തിയാക്കുന്നു. പുഴുക്കളെ ആഹാരമാക്കുന്ന നിരവധി ജീവികളുണ്ട്. പുഴുക്കളില്ലാതെ അവക്ക് നിലനിൽപ്പില്ല. പുഴുക്കളിൽ നിന്ന് ഉണ്ടാകുന്ന പ്രാണികൾ പല പൂക്കളിലും പരാഗണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അഞ്ചാമത്തേത്, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മോത്ത്സ്? നിശാശലഭങ്ങളുടെ സവിശേഷതകൾ എഴുതുക. Moths are insects that are found during the night. Unlike butterflies, most of them are not colorful. Some moths have feathers like a antennae. Silk produced from the cocoon made by a kind of moth. രാത്രിയിൽ കാണപ്പെടുന്ന ശലഭങ്ങളാണ് നിശാശലഭങ്ങൾ. ചിത്രശലഭങ്ങളെ പോലെ ഇവർക്ക് വർണ്ണഭംഗി ഉണ്ടാകാറില്ല. നിശാശലഭങ്ങൾക്ക് കൂടുതൽ തൂവൽ പോലുള്ള സ്പർശനകൾ ആണുള്ളത്. ഒരുതരം നിശാഗന്ധി ഉണ്ടാക്കുന്ന കോക്കൂണിൽ നിന്നാണ് പട്ടുനൂൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ആറാമത്തേത്, വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷ് ഫോർ അക്വാറ്റിക് ലൈഫ്? ജലജീവിതത്തിനായി മത്സ്യങ്ങൾക്കുള്ള അനുകൂലനങ്ങൾ എന്തൊക്കെയാണ്? എയർ ബ്ലാഡർ ഹെൽപ്സ് ടു മൂവ് അറ്റ് ഡിഫറെൻറ്റ് ഡെപ്ത്സ്. Lateral lines help you identify changes in the aquatic environment. Fins help in moving through water. Scales help to protect the body and reduce water friction. Gills help in underwater respiration. വായുസഞ്ചി വ്യത്യസ്ത ആഴങ്ങളിൽ നീങ്ങാൻ സഹായിക്കുന്നു. ജലപരിസ്ഥിതിയിലെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പാർശ്വരേഖകൾ സഹായിക്കുന്നു. ജലത്തിലൂടെ ചലിക്കുന്നതിന് ചിറകുകൾ സഹായിക്കുന്നു. ശരീരത്തെ സംരക്ഷിക്കുന്നതിനും ജലത്തിൻ്റെ ഘർഷണം കുറയ്ക്കുന്നതിനും ശൽക്കങ്ങൾ സഹായിക്കുന്നു. ജലത്തിനുള്ളിലെ ശ്വസനത്തിന് ചെകിളപ്പൂക്കൾ സഹായിക്കുന്നു. ഏഴാമത്തെ ചോദ്യം, വാട്ട് ആർ ദ അഡാപ്റ്റേഷൻസ് ദാറ്റ് ദ tadpoles have for living in water? ജലത്തിൽ ജീവിക്കുന്നതിന് വാൽമാക്രിക്ക് എന്തെല്ലാം അനുകൂലനങ്ങൾ ആണുള്ളത്?
Tadpole is an amphibian that lives in water. Tadpoles breathe through gills. Tadpoles hatch without limbs, but they develop hind leg first followed by front legs. Tadpoles move through the water with the help of their tail. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ഉഭയജീവിയാണ് വാൽമാക്രി എന്ന് പറയുന്നത്. ചെകിളപ്പൂക്കളുടെ സഹായത്തോടെയാണ് ശ്വസിക്കുന്നത്. വളർച്ച എത്തുന്നതുവരെ ഇവർക്ക് കൈകാലുകൾ കാണപ്പെടാറില്ല. വാലുകളുടെ സഹായത്തോടെയാണ് ജലത്തിൽ കൂടി സഞ്ചരിക്കുന്നത്. അടുത്തത് 8ാമത്തെ ചോദ്യമാണ്. വാട്ട് പ്രിക്കോഷൻ ഷുഡ് ബി ടേക്ക് വൈൽ ഇൻട്രാക്റ്റിംഗ് വിത്ത് ഡൊമസ്റ്റിക് എനിമൽസ്. വളർത്തുമൃഗങ്ങളുമായി ഇടപഴകുമ്പോൾ എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കണം? വാക്സിനേറ്റ് ഡൊമസ്റ്റിക് എനിമൽസ്. Pets should always be kept clean. It is good to trim and groom the nails and hair of pets. Keep the pet's cage clean. വളർത്തുമൃഗങ്ങൾക്ക് വാക്സിൻ എടുക്കുക. വളർത്തുമൃഗങ്ങളെ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. വളർത്തുമൃഗങ്ങളുടെ നഖവും മുടിയും വെട്ടിയൊതുക്കുന്നത് നല്ലതാണ്. വളർത്തുമൃഗങ്ങളുടെ കൂട് വൃത്തിയാക്കുക. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഇതൊക്കെ പ്രധാനമായിട്ടും ആ ഒരു പാഠഭാഗത്തിൽ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനം നോക്കാം. 1ാമത്തെ പ്രവർത്തനം, താഴെ പറയുന്ന സവിശേഷതകളുള്ള ഏതെങ്കിലും ജീവികൾ നിങ്ങളുടെ ചുറ്റുപാടുണ്ടെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. 1. ശൽക്കങ്ങളില്ല, ഈർപ്പമുള്ള ത്വക്ക്, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. അതാരാണ്? തവളയാണ്. 2ാമത്തേത്, ജലത്തിൽ ജീവിക്കുന്നു, ശൽക്കങ്ങളുണ്ട്, ജലത്തിൽ സഞ്ചരിക്കാൻ സഹായിക്കുന്ന ചിറകുകളുമുണ്ട്. മത്സ്യങ്ങളാണ്. 3. കാലുകളിൽ ശൽക്കങ്ങളുണ്ട്, തൂവലുകളുണ്ട്, പറക്കാൻ കഴിയും. ആരാണ്? പക്ഷികളാണ്. അടുത്തത്, ശരീരം, തല, നെഞ്ച്, ഉദരം എന്നിങ്ങനെ ഭാഗങ്ങളുണ്ട്. 6 കാലുകളും ആൻറ്റിനകളും ബാഹ്യസ്ഥികൂടവുമുണ്ട്. ചിത്രശലഭങ്ങൾക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ഷഡ്പദങ്ങൾ, ചിത്രശലഭങ്ങൾ എന്നും എഴുതാം. ചെവിക്കടയുണ്ട്, കുഞ്ഞുങ്ങളെ പാലൂട്ടി വളർത്തുന്നു. ആരാണ്? സസ്തനികളാണ്. ഓക്കെ, നെക്സ്റ്റ് ഇംഗ്ലീഷ് മീഡിയം. ലെറ്റ്സ് അസസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓൾ ക്രിയേച്ചേഴ്സ് ദാറ്റ് ഹാവ് ദ ഫോളോയിങ് ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഫൗണ്ട് അറൗണ്ട് യു. എന്താണ്? നമുക്ക് ചുറ്റും ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരുപാട് ക്രിയേച്ചേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ കുറച്ച് സ്പെഷ്യാലിറ്റീസും അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ അത് ഏതാണെന്ന് നമുക്ക് കണ്ടെത്തണം. ഫസ്റ്റ് വൺ, ഡു നോട്ട് ഹാവ് എ സ്കെയിൽസ്, ഹാവ് മോയ്സ്റ്റ് സ്കിൻ, ലീവ് ഓൺ ബോത്ത് ലാൻഡ് ആൻഡ് വാട്ടർ. ആരാണ്? ഫ്രോഗ് ആണ്. സെക്കൻഡ് വൺ, ലീവ് ഇൻ വാട്ടർ, ഹാവ് സ്കെയിൽസ്, have fins that help them to move in water. Fish ആണ്. Third one, have scales on legs, have feathers, can fly. ആരാണ്? Birds ആണ്. The next one, they have body parts such as head, chest, stomach, etc. Have 6 legs, antennae and a exoskeleton. ഏതാണ്? Insects ആണ്. Last one, have pinna, field milk to their young ones. Mammals ആണ്. Okay. Second question, you have studied the characteristics of fishes, amphibians and reptiles. Compare these creatures based on the following characteristics. അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ എന്ത് പഠിച്ചിട്ടുണ്ട്? ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് താഴെയുള്ള ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഫസ്റ്റ് വൺ, ഫിഷ്. ഫിഷിൻ്റെ സ്കിൻ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ബൈ സ്കെയിൽസ് ആണ്. ബ്രീത്തിങ് എന്ന് പറയുന്നത് ഗിൽസ് വഴിയാണ്. ഹാബിറ്റേറ്റ് വാട്ടർ ആണ്. എഗ്സ് ആൻഡ് ഓഫ്സ്പ്രിങ് എന്ന് പറയുന്നത് ഹാച്ച്ഡ് ഫ്രം എഗ്സ് ആണ്. നെക്സ്റ്റ് വൺ, ആംഫിബിയൻ ആണ്. മോയ്സ്റ്റ് സ്മൂത്ത് സ്കിന്നാണ്. ലങ്സ് സ്കിന്ന്, ഗിൽസ് ആണ് ബ്രീത്തിങ്. ലാൻഡ് വാട്ടർ ആണ് ഹാബിറ്റേറ്റ്. ഹാച്ച്ഡ് ഫ്രം എഗ്സ് ആണ്. ദ റാപ്റ്റൈൽ എന്ന് പറയുന്നത് ഡ്രൈ ആൻഡ് സ്കെയിലി ആണ്. ലങ്സ് വഴിയാണ് ബ്രീത്തിങ്. ലാൻഡ് ആണ് അതിൻ്റെ ഹാബിറ്റേറ്റ്. ഫ്രം എഗ്സ് ആണ് അതിൻ്റെ ഓഫ് സ്പ്രിങ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ, കംപ്ലീറ്റ് ദ ക്രോസ്വേർഡ് പസിലാണ്. ടു ദ റൈറ്റ് എന്നുള്ളിടത്ത് ഫസ്റ്റ് വൺ, എ ബട്ടർഫ്ലൈ ഫൗണ്ട് ഇൻ അവർ ഏരിയ. ഏതാണ്? വിലാസിനിയാണ്. ഫിഫ്ത്ത് വൺ, എ നോക്ട്രൽ ബേർഡ് ആണ്. ബോൺ ബൗളാണ്. സിക്സ്ത് വൺ, എ ഫ്രഷ് വാട്ടർ മാമ്മലാണ്. ഓട്ടർ എന്നാണ് പറയുക. ഡൗൺവേർഡ് ആൻ ആംഫിബിയൻ ദാറ്റ് ലുക്സ് ലൈക്ക് ആൻ എർത്ത് വോം ഓർ എ സ്നേക്ക്. ഏതാണ്? സീസ്ലിയൻ ആണ്. ഓക്കെ, സിസ്ലിയൻസ് ആണ്. ദെൻ തേർഡ് വൺ, ദ കാറ്റഗറി ഓഫ് ക്രിയേച്ചേഴ്സ് വിച്ച് ലിസാർഡ്, സ്നേക്സ് ആൻഡ് ടോട്ടോയ്സ് ബിലോങ് ടു. ഏതാണ്? റെപ്റ്റൈൽസിനാണ് ആ ഒരു കാറ്റഗറിയെ നമ്മൾ പറയുന്നത്. ഫോർത്ത് വൺ, ദ ലാർവ ഓഫ് ആൻ ഇൻസെക്റ്റ് എന്നുള്ളതാണ്. ആൻജലിയൻ ആണ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്തതാണ്. നമുക്ക് എക്സാം ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തുടങ്ങിയിട്ടുണ്ട്. കൂട്ടുകാർ അത് പോയി കാണുക, നന്നായിട്ടും പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് ഇനി 6th ക്ലാസ്സിൽ കാണാം.